ഗൈസ്, എന്തൊക്കെയാണ്? എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ ആദ്യമായി കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. ഒപ്പം നമ്മുടെ പഴയ ഗ്യാങ് ഉണ്ട് കേട്ടോ. പഴയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്നും റൈഡ് ചെയ്യാറുള്ള തൃശ്ശൂർ ബൈക്കേഴ്സ് ക്ലബ്ബ് നമ്മുടെ ഒപ്പം ഉണ്ട്. ഏകദേശം 8-10 പേരോളം ഉണ്ട് കേട്ടോ. സോ പുതിയ ഹെൽമെറ്റ് ഇട്ടോ, കാലത്ത് മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ സൈക്കിൾ എടുക്കുക, ഇറങ്ങാം. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ, വൈബ് തന്നെയാണ്. സോ നേരെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇട്ടാ. ഞങ്ങളിപ്പോൾ പുതുക്കാടല്ല, ഇവിടെ പോട്ട കഴിഞ്ഞ് ചാലക്കുടി മുരിങ്ങൂര് ഭാഗം കേട്ടോ. സിഗ്നലിൻ്റെ അവിടെ എത്താണ്. ചെറിയൊരു ബ്രേക്ക് എടുത്തതാണ്. എന്താ ചെയ്യുന്നതാണ്? നിൽക്കണോ പോണോ? പോവാ. അപ്പോൾ നമുക്ക് പയ്യെ നീങ്ങാം കേട്ടോ. മറ്റേ റൂട്ട് തന്നെയുള്ള എയർപോർട്ട് ആ വഴി ഇല്ല പോള. അങ്കമാലിക്കോടെയോ മേലക്കോടെ നേരെ പോയിട്ട് മെയിൻ എൻട്രൻസിൽ കൂടെ ഉണ്ടാ പോണത്. അങ്കമാലി വഴി പോണ വേറൊരു റൂട്ടും കൂടി ഉണ്ട്, ആ റൂട്ടല്ല പോണത്. വൈബാണ് കേട്ടോ. ഇന്ന് കാലത്ത് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ കൊടൈക്കനാൽ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ടിപ്പോൾ ഏകദേശം ഒരാഴ്ചയായി. അപ്പോൾ ഒരാഴ്ചയായിട്ട് സൈക്കിൾ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരാഴ്ചത്തെ ഫുള്ള് മടി ഇന്ന് കാലത്ത് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടില്ലെന്നായിട്ടോ. കാരണം അടിപൊളിയായിരുന്നു. അപ്പോൾ ആരെങ്കിലും കാലത്ത് മടി പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ സൈക്കിൾ എടുക്കാൻ ഇറങ്ങാം. ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ ഇതൊരു ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. നമ്മളൊരു സബ്സ്ക്രൈബർ ഞാൻ കൊടൈക്കനാൽ പോയപ്പോൾ വീട്ടിലേക്ക് വന്നു എന്ന് പറഞ്ഞില്ലേ, സ്ഥിരം വ്ളോഗ് കാണുന്നവരാണെങ്കിൽ അറിയാം. അപ്പോൾ ആ ഒരു ഫാമിലി ഗിഫ്റ്റ് ചെയ്തതാണ്. ഡ്യുവൽ പർപ്പസാണ് ഇത് വരുന്നത് കേട്ടോ. ജിമ്മിന് ഉപയോഗിക്കാം, സൈക്ലിങ്ങിന് ഉപയോഗിക്കാം. ഞാനത് ഇങ്ങനെ പറഞ്ഞാൽ വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. അപ്പോഴാണ് അവർ ഗിഫ്റ്റ് ചെയ്തത്. എനിവേ താങ്ക്സ് ഫോർ ദ ഗിഫ്റ്റ്. ഞാനത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്കമാലി നേരെ എയർപോർട്ട്. ഞങ്ങള് എന്താ പറ്റിയേ? എന്തുണ്ടായേ? മസിൽ കയറിയതാ. വെള്ളം കുടിക്കുന്ന നല്ലോണം. ഗൈസ്, ഞങ്ങളിവിടെ ചെറിയൊരു സ്റ്റോപ്പ് എടുത്താട്ടെ എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. മാർ ഇഗ്നാത്തിയോസ് ഇതെന്താ വായിക്കാ? മലയാളം ഇംഗ്ലീഷ് ഇടാം. മാർ ഇഗ്നേഷ്യസ് ജേക്കബ് സിറിയൻ ചർച്ച്. അപ്പോൾ ഇത് ആക്ച്വലി ഞാനിവിടെ കണ്ടപ്പോൾ ഒന്ന് പറയണമെന്ന് വിചാരിച്ചതാണ്. സൺക്രോസിൻ്റെ ഒരു റോഡ് ബൈക്കാണ് കേട്ടോ. ബ്രോ തിരക്കിലാണോ? സൈക്കിള് ബ്രോൻ്റെ ആണോ? അവിടെ ആളുടെ സൈക്കിളാണ് കേട്ടോ. റേസ് സ്റ്റാർ 2.0. എത്രയാ വരണേ അതിന്? സെക്കൻഡ്സ് എടുത്തതാ? ഓക്കെ. എത്ര? 25 രൂപ കിട്ടി. ശരിയാ. ഞാൻ കുറെ കാലം ഇത് ഇങ്ങനെ കണ്ടിട്ടില്ലേ. സൺക്രോസിന്റെ ഒരു ബൈക്ക് കേട്ടോ, റേസ് സ്റ്റാർ 2.0. അപ്പൊ 25,000 രൂപ കിട്ടി. ഓക്കെ. 25,000 രൂപ. എങ്ങനെ ഗ്രൂപ്പ് സെറ്റ് ഒക്കെ വരണേ? ഫുള്ള് ക്ലാരിസ് വരുന്നുണ്ട്. ഗ്രൂപ്പ് സെറ്റ് ഫുള്ള് ക്ലാരിസ്. ഫ്രെയിം അലോയ്, വീലും അലോയ്, ഫുൾ അലോയ്. ഫോർക്കോ ഏതാ? ഫോർക്ക് സ്റ്റീലാന്ന് തോന്നുന്നു അല്ലേ? ഞാനത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കാട്ടിയതാണ്. അപ്പോൾ 25,000 രൂപയ്ക്ക് പണ്ടത്തെ മോഡലുകളാ. അപ്പോൾ ആണോ? ഓക്കെ. സോ സൺക്രോസിൻ്റെ ഒരു റോഡ് ബൈക്ക് ഗൈസ്. ബാക്കിയെല്ലാം നമ്മുടെ അവിടെ പഴയ വീണ്ടും കുറേ വട്ടം വീഡിയോയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. അതൊക്കെ കാട്ടാതെ ഇതൊരു വെറൈറ്റി ആയതുകൊണ്ട് അടിപൊളിയായിട്ട് തോന്നി. ഇപ്പം അടിച്ചതോ? സ്വിഫ്റ്റാണല്ലോ. ഇപ്പം തന്നെ അടിച്ചോ? ഞാനും വിചാരിച്ചേ ആ വണ്ടി നല്ല സ്പീഡ് പഠിച്ച് പോകണ്ടായിരുന്നതാ. ഞാൻ പയ്യെ സർവീസ് റോഡിലേക്ക് കടന്നു. സേഫ് സോൺ. ഞാൻ പറയുകയാണെങ്കിൽ ഈ റൂട്ടിൽ ശരിക്കും
ഞാൻ പറയുകയാണെങ്കിൽ ഈ റൂട്ടിൽ കുറച്ചും കൂടി സൈക്ലിസ്റ്റുകൾ കുറേയുള്ള റൂട്ടാണ് കേട്ടത്. പാലിയേക്കര കൊച്ചി ഈ ഒരു ഹൈവേയിൽ. കാരണം ഞങ്ങൾ വരുമ്പോൾ തന്നെ കുറേ പേരെ കണ്ടു കേട്ടോ. ഞങ്ങളൊരു 8 പേരുണ്ട്, കൂടാതെ ഒരു 10 പേര് എക്സ്ട്രാ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ അവിടെ നിന്ന് അങ്ങോട്ട് പോണത്. അപ്പോൾ കൂടുതൽ സൈക്ലിങ് കാലത്ത് റൈഡ് ഇറങ്ങുന്നത് തൃശ്ശൂർ എറണാകുളം ജില്ലക്കാരാണെന്ന് തോന്നണേ. അങ്ങനെയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് അറിയാമെങ്കിൽ. എൻ്റെ ഒരു ഗസ്സാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു റൂട്ടിൽ സൈക്ലിങ്ങിൻ്റെ ഒരു ഇത് സെപ്പറേറ്റ് പണിയാണെങ്കിൽ ഭയങ്കര ഉപകാരപ്പെടും കേട്ടോ. ഈ ഒരു ഹൈവേയുടെ സൈഡിലേ സർവീസ് റോഡിനോട് ചേർന്നിട്ടോ. അതിപ്പോൾ എങ്ങനെയെങ്കിലും പ്ലാൻ ചെയ്തിട്ട് കൊച്ചിയിലൊക്കെ ഇല്ലേ സൈക്ലിങ് ലൈൻ എന്ന് പറഞ്ഞിട്ട് അതുപോലെ നടക്കൊന്നുമില്ല, എന്നാലും പറയാലോ, ആഗ്രഹിക്കാലോ. കാലത്ത് ഏകദേശം ഒരു 6 മണിക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്താണ്. ഇപ്പോൾ കൃത്യം 7:45 നമ്മൾ എയർപോർട്ടിൽ എത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വിമാനത്താവളം സൽക്കാര. ഇവിടെ കയറിയാലോ? അല്ലെങ്കിൽ വേണ്ട, പെട്രോൾ പമ്പിൽ തന്നെ കയറാം. എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അവരവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പെട്രോൾ പമ്പ് അവിടെയുണ്ട്. ഇവിടേക്ക് ആക്ച്വലി എനിക്ക് വരണമെന്നുണ്ട് ഫാമിലിയുടെ ഒപ്പം. എന്നെ ഏതെങ്കിലും രാജ്യത്തേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ടാ. ഈ എയർപോർട്ടിൽ ഞാൻ കയറിയിട്ടില്ല. കൊച്ചിൻ, സ്വന്തം നമ്മുടെ നാട്ടിൽ നിന്നുള്ള എയർപോർട്ടിൽ നിന്ന്, ഡൽഹിയിൽ നിന്നാണ് നമ്മൾ കയറിയിരിക്കുന്നത്. അതെൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു സംഭവമാണ്. എന്തെങ്കിലും നടക്കായിരിക്കും. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പയ്യെ നടക്കും. അപ്പോൾ ഈ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് കുറേ പേര് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. DM ആയിട്ടും ബ്രോ എയർപോർട്ടിലോട്ട് പോവാ, എയർപോർട്ട് റൈഡ് പോകാന്ന് പറഞ്ഞിട്ട്. പക്ഷെ അപ്പോഴൊന്നും വരാൻ പറ്റിയില്ല. ഇപ്പോൾ ഞാൻ വന്ന കാര്യം ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഇവിടെ ചേച്ചി ബാത്റൂം എവിടെയാ? ബാക്കിൽ. ഇവിടുത്തെ അച്ചടാ അച്ചോ ഇതാരത്? ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പ് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഇതിനെക്കാട്ടും ഇഷ്ടം നയാരയുടെ പമ്പാണ്. നയാരയുടെ പമ്പ് കുറച്ചും കൂടിയും വൈബാണ്. ഇത് കുഴപ്പമില്ല, പക്ഷെ ചില സ്ഥലത്ത് ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പ് സീനാണ് കേട്ടോ. പക്ഷേ എനിക്കിതുവരെ പണി കിട്ടിയിട്ടില്ല, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ അവർ ഇപ്പോൾ ഇവിടെ എത്തുമെന്ന് തോന്നുന്നുണ്ട്. കൊച്ചി, തൃശ്ശൂർ അറിയില്ല കേട്ടോ. ഇത് മെയിൻ എയർപോർട്ടിലേക്ക് അത്താണിയിൽ നിന്ന് തിരിഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ ഇതാണ് കേട്ടോ. എവിടെയാ? ഞാൻ പെട്രോൾ പമ്പിലുണ്ട്. തിരിഞ്ഞ അവിടെ നിന്ന് എനിക്ക് ആ തിരിഞ്ഞിട്ട് പോയോ? കൊച്ചിന് ഞാൻ എഴുതി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ശരി, അവരെത്തിയിട്ടില്ല കേട്ടോ, സമയമുണ്ട്. ഫാസ്റ്റ് ആൻഡ് ദ ഫ്യൂറിയസ് ആയിരുന്നു നമ്മൾ സെറ്റ്. ഇനിയിപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഓർഡർ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇത് ഭാരത് പെട്രോളിയം കേട്ടോ, ഇന്ത്യൻ ഓയിലല്ല. ഭാരത് പെട്രോളിയത്തിൻ്റെ പമ്പിലാണ് കയറിയത് ഇവിടെ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എയർപോർട്ടിലേക്ക് വരണം. നേരത്തെ പറഞ്ഞു എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്, എങ്ങനെയായിരിക്കും ഇവിടുത്തെ മോർണിംഗ് റൈഡ് കേട്ടോ. ഇപ്പോൾ സമയം 8 മണിയായി, എന്നാലും മോർണിംഗ് വരുന്നത് ഏറ്റവും നല്ലത് കേട്ടോ ഈ ഭാഗത്തൊക്കെ. ലൈക്ക് കുറച്ചുകൂടിയും വൈബ് ആവാൻ, എന്നാലും എന്താ എക്സ്പീരിയൻസ് ചെയ്ത് പോകാമല്ലോ, നിങ്ങൾക്കും കാട്ടിത്തരാമല്ലോ. ഞാൻ ഇപ്പോൾ ബാക്കിലാണ് നിൽക്കുന്നത്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് എഴുതിയത്. അവരിപ്പോൾ ആ ഭാഗത്തുനിന്ന് വരും കേട്ടോ. 105 രൂപ പെട്രോൾ, 94 രൂപ ഡീസൽ. ആകാശവാണി. അപ്പം ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. നോക്കാം സെറ്റാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ പുതിയ ഹെൽമെറ്റ് ഇട്ടോട്ടാണ് വന്നത്. നോക്കട്ടെ അവർ എപ്പോഴെത്താന്ന് കേട്ടോ. ഇവിടുന്ന് 1/2 കിലോമീറ്റർ ഉള്ളതുകൊണ്ട് കേട്ടോ എയർപോർട്ടിലേക്ക്. അറിയില്ല. ഞാനിവിടെ ഫ്ലൈറ്റ് റഡാർ 24 എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ടല്ലോ, ആ സാധനം ഓപ്പൺ ചെയ്ത് നിൽക്കാട്ടാ. ഏതെങ്കിലും ഫ്ലൈറ്റ് ഏതെങ്കിലും ദിശ മാറി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോന്ന് അറിയാൻ എന്തേ വരുന്നത്. പറഞ്ഞു തീർന്നില്ല അപ്പോഴേക്കും എനിക്ക് ഈ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് ഏതിൻ്റെ ഫ്ലൈറ്റാ കണ്ടുപിടിക്കുന്നില്ല കേട്ടോ. വിസ്താര കണ്ടുപിടിക്കുന്നില്ല. ദേ പോണ് ഒരെണ്ണം. ഞാൻ ഫ്ലൈറ്റിൻ്റെ ആപ്പ് നോക്കിയുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഒരെണ്ണം വന്നു. 2 കൂടെ ഉള്ളൂ. ഇനിയില്ല കേട്ടോ. ഒരെണ്ണം പറവൂരുണ്ട്, ഒരെണ്ണം അങ്കമാലിയിലുണ്ട് കേട്ടോ. അങ്കമാലിയിലേക്കാണ് ഇപ്പം തന്നെ പോയതുകൊണ്ട്. ഇനിയിപ്പോൾ പറവൂരിൽ നിന്ന് ഒരെണ്ണം വരാനുണ്ട്, നോർത്ത് പറവൂരിൽ നിന്ന്. അത് എവിടെ നിന്നാണ് വരണേന്നുള്ള ഡീറ്റെയിൽ ഒന്നും അറിയാം. ഞാൻ ആദ്യമായിട്ട് ഈ ആപ്പ് ഉപയോഗിക്കണം കേട്ടോ, ഇങ്ങനെ സ്പോട്ട് ചെയ്യാൻ വേണ്ടി നോക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അവർ എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് 2 ഫ്ലൈറ്റ് ഇപ്പോൾ കാണാനുള്ളൂ കേട്ടോ ആകാശത്ത് ഫ്ലൈറ്റ് റഡാറിൽ. മസിൽ ശരിയായോ? ഓക്കെ. ആൾക്ക് മസിലിൻ്റെ കുറച്ച് പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ കാലത്ത് എയർപോർട്ടിൻ്റെ അവിടേക്ക് ഇനിയിപ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇവിടെ നിന്ന്
1/2 കിലോമീറ്റർ ഉള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കണം. ഫ്ലൈറ്റുകൾ വല്ലതും കാണുകയാണെങ്കിൽ അതൊന്ന് സ്പോട്ട് ചെയ്യണം, വീഡിയോ എടുക്കണം, ഫോട്ടോസ് എടുക്കണം. ഒരു മോർണിംഗ് സൺഡേ കാഷ്വൽ ലൈക്ക് സ്മൂത്ത് പോസിറ്റീവ്, പിന്നെ വേറെ എന്തൊക്കെയോ വാക്കുകളുള്ള അങ്ങനെ ഓരോരോ വാക്കുകളുണ്ട്. കിട്ടില്ല. നിങ്ങൾ സൈക്കിൾ എടുത്ത് ഇറങ്ങണം ഗൈസ് കാലത്ത്. ആ ഒരു സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ. ഞാൻ വീണ്ടും പറയണത് ഞാൻ ആ ഒരു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാരണമാണ് കേട്ടോ, ഫീൽ ചെയ്തുകൊണ്ടിരിക്കണം. കാലത്ത് എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഇവിടെ TN രജിസ്ട്രേഷൻ വണ്ടി എടുക്കുന്നുണ്ടല്ലോ. ഇവിടെ കുറേ എയർപോർട്ട് ടാക്സികളാണ് കേട്ടോ. കിട്ടില്ല നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള. ഞാൻ ഒരു ലിമോസിൻ ഒരു ഇത് കണ്ട്. ലിമോസിനല്ല, ആ വണ്ടിയുടെ പേരെന്താ പറയുക, മറ്റേ മോഹൻലാലിൻ്റെ കയ്യിലൊക്കെയുള്ള ഒരു സാധനം. നല്ല അടിപൊളി സാധനം, ടാക്സിക്ക് ആയിട്ട് ഓടുന്നുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ പയ്യെ പോയോണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് 1/2 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. 1/2 കിലോമീറ്റർ താഴെ ഉണ്ടാവുള്ളൂ കേട്ടോ. നമുക്കല്ലെങ്കിൽ ഫ്ലൈറ്റ് എടുത്തിട്ട് ഡൽഹിക്കാ ഊട്ടി വിട്ടാലോ? ഊട്ടിയാ, ബാംഗ്ലൂർക്ക് അങ്ങനെ പോയാലോ ഫ്ലൈറ്റ് എടുത്തിട്ട്? രസമായിരിക്കും കേട്ടോ. ചേട്ടാ സൈക്കിളോട് ചോദിക്കുക, സീനായിരിക്കും. മറ്റേത് 4000 രൂപ എക്സ്ട്രാ ചോദിക്കാന്ന് കേട്ടാ ഞാൻ. ലഗേജ് വലിയ ലഗേജ് ആയതുകൊണ്ട് ഞാൻ ഇതിനെ കുറിച്ച് റിസർച്ച് നടത്തിയപ്പോ സ്പോർട്സ് എക്യുപ്മെന്റ് അല്ല, പാക്കേജ് ലഗേജിന്റെ ഇതില് എക്സ്ട്രാ അറിയില്ല കേട്ടോ. ഞാൻ അങ്ങനെ പോകുന്നുണ്ട്, അങ്ങനെ ചെയ്യാൻ പറ്റും. എനിക്കറിയില്ല. ഞാൻ കഴിഞ്ഞ വട്ടം സുധിയേട്ടൻ പോയപ്പോ ഞാൻ കഴിഞ്ഞ വട്ടം സുധിയേട്ടൻ പോയപ്പോ സുധിയേട്ടൻ പറഞ്ഞു 4000 രൂപ എക്സ്ട്രാ വാങ്ങി എന്നുള്ളത്. എനിക്കറിയില്ല. ഇപ്പൊ നമ്മള് ഇത് മറ്റേ ഇത് സോളാർ ഇതിട്ടാ. ഇന്ത്യയിലത്തെ അല്ല കേട്ടോ, സോറി, വേൾഡ് ഫസ്റ്റ് എയർപോർട്ട് ഫുള്ളി പവർഡ് ബൈ സോളാർ എനർജി. ഞങ്ങൾ ഇന്ത്യയിലാണോ വേൾഡിലാണോ എന്ന് ഇങ്ങനെ തർക്കിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഭാരത് പെട്രോളിയം സാധനങ്ങൾ കേട്ടോ. എയർപോർട്ട് റൈഡ് എനിക്ക് ഇവിടെ വരെ വന്നേരം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് കുറേ ഉണ്ട് ടെർമിനലിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആള് 3-4 വട്ടം വന്നതാണ്. ഞാൻ ആദ്യമായിട്ട് വന്ന് നോക്കണം കേട്ടോ, ആദ്യമായിട്ട് വരണം. അതുകൊണ്ട് എനിക്കറിയില്ല. എയർ കാർഗോ ടെർമിനൽ MRO എന്നിട്ടാ എനിക്കറിയില്ല. MRO പെട്ടെന്ന് എൻ്റെ ബുദ്ധിയിൽ ഉദിച്ച് വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ കയറാൻ പറ്റിയില്ലെങ്കിലും എയർപോർട്ടിൽ നിന്ന് കയറാൻ പറ്റിയിട്ടില്ലെങ്കിലും സാധനം അടിപൊളി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ ആയിരുന്നു കേട്ടോ കഴിഞ്ഞ വട്ടം നമ്മുടെ പോർട്ട് മുസ്സരീസ് നമ്മുടെ മീറ്റപ്പ് ഉണ്ടായിരുന്നത്. റൺവേ പരമശിവത്തിൻ്റെ ഹോട്ടലാണെന്നുണ്ട്. വേൾഡ് ഫാസ്റ്റ് എയർപോർട്ട് ഫുള്ളി പവേർഡ് ബൈ സോളാർ എനർജി. കൊള്ളാം. ഇനിയിപ്പോൾ ടെർമിനലിലേക്ക് കയറാൻ പറ്റുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. കണ്ണ് മഞ്ഞളിച്ച് വരണ മറ്റേ ബാരിക്കേഡ് ഉണ്ടോയെന്ന് അറിയണില്ല കേട്ടോ. ഇല്ല, അവരൊക്കെ മുന്നിൽ പോയിട്ടുണ്ട്. ടെർമിനൽ 1 അങ്ങോട്ടാ. ടെർമിനൽ 1 നോക്കട്ടെ. ബിസിനസ് ജെറ്റ് ടെർമിനലോ? അതിന് സെപ്പറേറ്റ് ടെർമിനൽ ഉണ്ട്. ബിസിനസ് ജെറ്റ് ടെർമിനൽ. എനിക്ക് ആദ്യത്തെ പുതിയ അറിവാ. ഞാൻ ചോദിച്ചാൽ എല്ലാവരുടെയും ഒപ്പം ഇറക്കിയാണ്. സെപ്പറേറ്റ് ഇതുണ്ടാവും കേട്ടോ. ഓരോ ടെർമിനലും അങ്ങനെ കൊടുക്കില്ലേ, ഡൊമസ്റ്റിക് ഇൻ്റർനാഷണൽ അങ്ങനെ കൊടുക്കുന്നത് പോലെ ബിസിനസ് ക്ലാസ് അവർക്കൊക്കെ പ്രൈവറ്റ് ജെറ്റ് എടുത്ത് വരുന്നവർക്കുണ്ടാവും. സോ റൈഡ് സ്മൂത്തായിട്ട് പോകണം. ഒരാൾ പോയിട്ടില്ലേ ഉള്ളിലേക്ക്? ഒരാൾ ഉള്ളിലേക്ക് പോയിട്ടില്ലേ? താങ്ക്സ് ചേട്ടാ. വാ, ഹിന്ദിക്കാരൻ നമുക്ക് പണിയാം. നമുക്ക് താഴെ കൂടെ പോയിട്ട് വരാം. അത് പൊളിച്ച് വായ. ഏതാ മേലെ കൂടെ താഴെ കൂടെ? പ്രസിഡന്റ് അല്ലെ ബിസിനസ് ജെറ്റിന്റെ അവിടേക്ക് പോയാലോ? അറിയില്ല കേട്ടോ. അവിടെ ചോദിച്ചപ്പോ ഒരു ഹിന്ദിക്കാരൻ തടഞ്ഞു. പക്ഷെ ആ ചെക്ക് പോസ്റ്റിന്റെ ഇതിന്റെ അവിടെ കയറ്റി വിട്ടു കേട്ടോ. കേറിക്കോളാൻ പറഞ്ഞു. കേറിയിട്ട് റൗണ്ട് അടിച്ചിട്ട് വായ മക്കളെന്ന് പറഞ്ഞു. ഗൈസ്, ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് നീങ്ങി ടെർമിനൽ 3 അറൈവൽസും അതുപോലെ തന്നെ ഇത് കേട്ടോ. ഇവിടെയാണ് താഴെ ഡൊമസ്റ്റിക്കും മേലെ ഇൻ്റർനാഷണൽ ആണെന്നാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. ടെർമിനൽ 3 അറൈവൽസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പയ്യെ കയറിയിട്ടുണ്ട് കേട്ടോ. ആള് എവിടെയാണ് നിൽക്കണേ? തെറി കേൾക്കുമ്പോൾ ഒരുമിച്ച് കേൾക്കാമല്ലോ വിചാരിച്ചിട്ടാ. എവിടെയാണ് നിൽക്കണോ? എടോ ആളെവിടെയാ? ആ സൈഡിൽ കൂടെ പോവാ. ഇതിൽ കൂടെ മറ്റേ ഹിന്ദിക്കാർ കിട്ടും, തെറി കേൾക്കും. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ.
ഇത് ഗംഭീരമായി പോയി ഗൈസ്. എയർപോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ അല്ലെങ്കിൽ പോലീസുകാർ തടയാണ് ചെയ്യാറ്. അതേ നിൽക്കുന്നുണ്ട് രാകേഷ് ചേട്ടൻ. ഇതേ അപ്പുറത്തേക്കുണ്ട് രാകേഷ് ചേട്ടൻ. ദേ നിൽക്കണ് അവിടെ ഫോട്ടോ എടുക്കാം. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നേ, അവിടെ കയറിക്കോളാൻ പറഞ്ഞു. ഈ സാറിൽ അപ്പുറത്തേക്കൂടെ കിടക്കാം. അവിടെ ചോദിച്ചിട്ട് കയറാൻ പറഞ്ഞല്ലോ, അവിടെ എല്ലാം ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഞങ്ങൾ അവിടെ കാണാം. ആ ഗേറ്റിലൊക്കെ അവിടെ ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ വന്ന് കയറിക്കും പറഞ്ഞു. അന്നവിടെ കയറി. അപ്പുറത്തേക്കുണ്ട് ബാക്കിലേക്ക് പോവാം. പിടിച്ച് കഴിച്ചു പിടിച്ച് തെറി കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം കയറുക എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക്. പാഠം നമ്പർ 1. അതെ, അവിടെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പയ്യങ്ങോട് പോന്നു. രാകേഷേട്ടൻ പറഞ്ഞു ഇങ്ങോട്ട് വരാനാ, നിങ്ങൾ എന്തിനാ സെക്യൂരിറ്റി അടുത്തേക്ക് പോയെന്ന്. സീൻ ആരും ഇതിനുള്ളിലേക്ക് കയറരുതട്ടാ. നോ അഡ്മിഷൻ ഗൈസ്. അയാൾ സെക്യൂരിറ്റിക്ക് അയച്ചു കൊടുക്കാനാ ഫോട്ടോ എടുക്കണം, അല്ലാണ്ട് ഇവിടെ എന്തായാലും ഫോട്ടോ എടുക്കണതല്ല. എന്തായാലും ഇങ്ങോട്ട് വരാൻ സീനാണ് കേട്ടോ ചേട്ടാ. അല്ലെങ്കിൽ ഐഫോണിൽ എടുക്കും, ഗ്രൂപ്പിലിടാനാന്ന്. അതെ, ഓരോരുത്തർ തലയ്ക്ക് ഉന്നം വെച്ച് നിൽക്കുന്നുണ്ടാവും കേട്ടോ. സീൻ ഗൈസ്, ഇത് മണ്ടത്തരായിട്ടോ. ആരും ചെയ്യായിരിക്കും. എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും കേട്ടോ. എയർപോർട്ടിൻ്റെ ഉള്ളിൽ സീനായി ഗൈസ്. സീനായി കേട്ടോ, സീനായി. അവരുടെ അടുത്തല്ല ചോദിക്കണം. അതിന് മുമ്പേ സെക്യൂരിറ്റി എന്തെങ്കിലും പറഞ്ഞ സെക്യൂരിറ്റി ഞങ്ങളോട് പറ്റില്ല, അവിടെ നിൽക്കാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്നു. അത് ഞങ്ങൾ ഇവിടെ സെക്യൂരിറ്റി പറയണ എന്താ, ടോളിൽ നിൽക്കുന്നവരല്ലോ ചോദിക്കുന്നത്. സൈക്കിൾ റേസ് ചെയ്യുന്ന സ്ഥലമല്ല ഇത്. സൈക്ലിംഗ് പ്രൊമോട്ട് ചെയ്യണ്ടല്ലേ, ഞങ്ങൾ ഈ കാറിന്റെ ഇതിന്റെ ഇടയിൽ കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നതാണ്. ഞങ്ങള് വേറെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ അവന് സൈക്കിൾ എടുത്തിട്ട് അവിടെ നിന്ന് തുടങ്ങി അങ്ങേറ്റം റൗണ്ട് വരാനും പോകണം. അവിടെ പാർക്കിംഗ് ചെയ്യാൻ പാടുണ്ട്. അപ്പോൾ സൈക്കിളിൽ നിന്ന് അങ്ങോട്ടും ചിലപ്പോൾ പോകും, നടക്കാനുള്ള ബുദ്ധിമുട്ട്. അങ്ങനെ വേറെ ഒന്നുമല്ല. അത് അവന് ഡ്യൂട്ടി ഇല്ലെങ്കിൽ നിന്ന് അവനൊരു ഇന്റർവ്യൂ വീഴുവാണ് കഴിഞ്ഞു. അതാണ്, അല്ലാണ്ട് നിങ്ങളെ തലയിൽ സെക്യൂരിറ്റി നിർത്തിയില്ല. അതാണ് അതല്ലാണ്ടായത് ആള് ഫിസിലടിക്കുന്നത് ഞാൻ കേട്ടു. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പുറത്തുള്ള ആൾക്കാർ ഫിസിലടിക്കുന്നുണ്ട്. ഈ കാറുകളെയൊക്കെ സംഭവം. ശരി ശരി സൈക്ലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാന്നുള്ള രീതിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബായ കാരണം കൊണ്ട് ഞങ്ങൾ ഇവിടേക്ക് വന്ന് വെറുതെ എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ പെർമിഷൻ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കിൾ പിന്നെ ഒരു വാഹനമായിട്ട് കണക്കാക്കില്ല. അത് അതുകൊണ്ടാണ് പെർമിഷൻ ചോദിക്കാറുണ്ട്. മൂന്നാല് പേരാണ് മാക്സിമം വരാറ്. എന്റെ പൊന്നെ, എന്തായാലും സംഭവ ബഹുലമായിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഓൾ താങ്ക്സ് ടു പ്രസിഡന്റ്. അവിടെ ഇവിടെ നിന്നിട്ട് രസമായിരുന്നു കേട്ടോ. അതെ, ഇതിൽ കൂടെ പോവാൻ അല്ല ലാസ്റ്റ് എല്ലാരും സീൻ. അവര് നല്ല മര്യാദയിൽ കാര്യം പറഞ്ഞു കേട്ടോ. എല്ലാരും കൂടി ഒറ്റയ്ക്ക് ആളൊക്കെ പോലീസിൽ ഡെപ്യൂട്ടേഷൻ സീൻ. ശരി ശരി എൻ്റെ മോനെ, ഒറ്റയ്ക്ക് വരാണെങ്കിൽ കുഴപ്പമില്ല. വീണ്ടും വിളിച്ച് ഏതാ വഴി തെറ്റിയാ? അതീ കൂടെ പോകാനാ പറഞ്ഞ? അതീ കൂടെ പോവാം. ഇതീ കൂടെ അല്ലാതെ
എയർപോർട്ടിൽ ആദ്യമായിട്ട് പിടിക്കണം കേട്ടോ. എൻ്റെ ദൈവമേ, ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു പാഠം പഠിച്ചില്ലേ? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. നിങ്ങൾക്ക് ഇനിയൊരു ഇത് ഡൗട്ട് ഉണ്ടാവും, എയർപോർട്ടിൽ റൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഏതാ അല്ല, ഇത് എങ്ങനെ ഇപ്പോൾ കൺക്ലൂഡ് ചെയ്യാം? ഒരാൾക്കാണെങ്കിൽ വരാൻ കുഴപ്പമില്ല. ഓ, അതിൻ്റെ ഇടയപ്പെട്ടണ്ട കേട്ടോ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഇതാണ് കൺക്ലൂഷൻ. അവർക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരു 10-20 പേരൊക്കെ ആയിട്ട് കയറുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഗൈസ്. ഒരു എയർപോർട്ടല്ലേ, ഞാൻ ആദ്യമായിട്ട് വരണ്ട. ഞാനൊരു കൈ ഒഴിഞ്ഞു, ഞാൻ ജസ്റ്റ് സൈഡിൽ വന്ന് നിന്നോളൂ കേട്ടോ. നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റിക്കാർ ഒരാളോ രണ്ടാളോ അല്ലേ ഉള്ളെങ്കിൽ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ കുറേ പേരായിട്ട് വരുമ്പോൾ അവർക്ക് സെക്യൂരിറ്റി റീസൺസും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെഡ് ഓഫീസിൽ നിന്ന് വിളി വരും, അങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടോ. സോ അടിപൊളി ഓഫീസേഴ്സ് ആയിരുന്നു കേട്ടോ. എന്തായാലും കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇത് നമ്മളിത് വരണത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ബൈക്കേഴ്സ് മറ്റേ ബും 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 സാധനമൊക്കെ വെച്ച് ചിലപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാവും. അപ്പോൾ 1-2 പേരൊന്നും വരുന്നതുകൊണ്ടും റൈഡ് ചെയ്യണോണ്ടും സൈഡിൽ കൂടെ ഓരം ചേർന്ന് പോരണോണ്ടും കുഴപ്പമൊന്നുമില്ല എന്നാണ് കേട്ടത്. എന്തായി, ഹാപ്പി? പ്രതിഷേധം മറ്റൊരെ തോക്കം കൊണ്ടുവരാൻ വിടാത്തത് ഭാഗ്യം. അതെ ഗൈസ്, അതുപോലെ തന്നെ ഇവിടെ ചിലപ്പോൾ കടത്തി വിടും കേട്ടോ. ഇവിടെ നിന്ന് ഈ ക്യാബിൻ ഇതിൻ്റെ ഇതുണ്ടല്ലോ എൻട്രി വാങ്ങണത്, ഇവർ ചിലപ്പോൾ കടത്തി വിടും. ഇവർ പറയണതെല്ലാം ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. പുറത്ത് വേറൊരു സെക്യൂരിറ്റിക്കാരനുണ്ട്, ആൾ പറയണതാണ്. രണ്ടും 2 വിങ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ കടത്തി വിട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ തെറി കേൾക്കേണ്ടി വരും. ഇവർ വേറെ വിങ്, സെക്യൂരിറ്റി വേറെ വിങ്ങാണ് കേട്ടോ. അപ്പോൾ സന്തോഷമായില്ലേ ഗൈസ്? കുറേ അറിവുകൾ നേടാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു ഈ ഒരു വ്ളോഗിൽ. കുറേ അറിവുകൾ. ആള് ഒരു ഫോട്ടോ എടുക്കണ്ട കേട്ടോ, ആള് ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്തായാലും ഒരു സംഭവ ബഹുലമായ യാത്രയായി പോയി. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു അല്ലേ? കുറച്ച് എനർജി ബൂസ്റ്റായി 4 ഇത് കേട്ടപ്പോൾ. എന്തായാലും നോക്കിയും കണ്ടും വരാൻ ചോദിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഉള്ളിൽ കയറട്ടെ, അല്ലെങ്കിൽ ഒരു 10-15 സെക്യൂരിറ്റിക്കാർ നമ്മുടെ ചുറ്റിനും വളയും. എൻ്റെ ദൈവം, അടിപൊളിയായിരുന്നു. ഞങ്ങൾ വേറൊരു ലൊക്കേഷനിലേക്ക് വന്നു കേട്ടോ. ഇവിടെ ഒരു സ്ഥലത്ത് വന്നു. അപ്പോൾ അവർ പറയണത് ഇവിടെ ഇതാണ് പ്ലെയിൻ വരണേൻ്റെ ആ ഒരു ഇത് ഇൻഡിക്കേഷൻ വരണത് കേട്ടോ. എൻ്റെ മോനെ, ഓ ഇന്ത്യ പോലെ അത് നൈസ്, പൊളിച്ചല്ലേ? എൻ്റെ മോനെ, അത് നൈസായില്ലേ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര അടുത്ത് കൂടെ ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര ഫീൽ കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര ഫീൽ കേട്ടോ. കാരണം ഇത് ഇൻഡിക്കേഷനാണെന്ന് പറഞ്ഞ കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇൻഡിക്കേഷനാണ്, സംഭവമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്ലൈറ്റിൻ്റെ നാവിഗേഷൻ എയ്ഡ് ഡു നോട്ട് ദൈവം ടച്ച് ഒന്നുമില്ല, അടുത്തേക്ക് തന്നെ പോണില്ല, ഇത്രയും മതി. വയലേറ്റേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അവിടെ ഒരു ട്രെയിനും വരുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മേലെ കൂടെയാണ് ഇത് ഫ്ലൈറ്റ് പോവുക. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല ഫോട്ടോസ് കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ജസ്റ്റ് ഒന്ന് നിന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എല്ലാവരും ഉണ്ട്. പങ്ക്ച്വാലിറ്റി ആർക്കാ? ട്രെയിനും വേണമായിരുന്നു, ഒപ്പം വരണമായിരുന്നു ട്രെയിനും ഫ്ലൈറ്റും. ഇൻഡിഗോ ഫ്ലൈറ്റ് പറഞ്ഞ പോയി, ഇനി വരുമോ നോക്കട്ടെ കേട്ടോ. ഫ്ലൈറ്റ് റഡാറിൽ എനിക്ക് കിട്ടിയില്ല, എന്നാലും ദേ ഒരെണ്ണം അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാരും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഗൈസ്, ഇപ്പോൾ ഒരു തൃശ്ശൂർ വണ്ടി വരുന്നുണ്ട് കേട്ടോ. തൃശ്ശൂർ വണ്ടി ഇങ്ങോട്ടേക്ക് കയറി വരും. അതിൻ്റെ ഇടയിൽ പാലക്കാട് ഏതൊരു വണ്ടി കിടന്ന് കളിക്കുന്നുണ്ട്. ഇതുമേ എനിക്ക് ഞാൻ ആദ്യമായിട്ട് ആപ്പ് ഉപയോഗിക്കാൻ കേട്ടോ. ഇതുമേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരും തോന്നണേ. QTC ഖത്തർ എയർവേസ് ആണ് കേട്ടോ. ദോഹേന്ന് മെൽബണിലേക്ക് പോകുന്ന ഖത്തർ എയർവേസ്. വേറെ എന്നിട്ടേക്ക് ഇതിൽ കിട്ടുക ബോയിങ് 777. ആഹാ, കൊള്ളാലോ, പൊളിച്ചട്ടാ. ഇതെനിക്ക് അറിയണ്ടായിരുന്നില്ല, പുതിയ അറിവാ ഈ സാധനം. ട്രെയിൻ അതല്ല, തൃശ്ശൂർ വണ്ടി വരണം വന്നിട്ടുണ്ടെന്ന് ഇപ്പൊ വരും. തൃശ്ശൂർ വണ്ടി ഉണ്ട്, തൃശ്ശൂർ വണ്ടി ഖത്തർ എയർവേസ്. ചാവക്കാട് പൊന്നാനി റൂട്ടാ വരണതുകൊണ്ട്. സോ ഇത് ഇവിടുന്ന് സാധനം നോക്കാട്ടാ, ഇത് കിട്ടുമോ നോക്കാം. നല്ല വീഡിയോയും ഫോട്ടോയും കിട്ടുമോ നോക്കി നോക്കാം. വാടാനപ്പള്ളി ഈ റൂട്ടാ വരണതുകൊണ്ട്. ഗൈസ്, എനിക്ക് ഈ ആപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനിയൊരു എമിറേറ്റ്സ് വരാനുണ്ട്, അത് 10 മണിക്ക് കേട്ടോ. ഇപ്പോൾ 9:30 ആയിട്ടുള്ളൂ. മറ്റേ ആ ഖത്തർ എയർവേസ് മെൽബണിലേക്ക് പോണ സാധനമല്ലേ, അത് ഇവിടെ അല്ല കേട്ടോ.
അത് നെടുമ്പാശ്ശേരി കഴിഞ്ഞ് പോയി. എനിക്കറിയില്ലായിരുന്നു, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൊക്കേഷൻ അറിയാൻ പറ്റുള്ളൂ. കൊണ്ടോട്ടിയിലൊക്കെ കുറേ വണ്ടി ഉണ്ടല്ലോ, കൊണ്ടോട്ടി, കരിപ്പൂര്. എന്തായാലും ഈ ആപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫ്ലൈറ്റ് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കാൻ ഇത് ഭയങ്കര ഉപകാരപ്പെടും കേട്ടോ. ഫ്ലൈറ്റ് റഡാർ 24 ഇവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, റെഡി ആവാൻ വേണ്ടിയിട്ട് ഈ സാധനം ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്നുണ്ട് ഗൈസ്. എയർപോർട്ടിലത്തെ ബഹളവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ചെറിയൊരു മസാല ദോശ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ കളമശ്ശേരി ഡെക്കാത്തലോണിൽ കയറണം എന്ന് പറയുന്നുണ്ട് ആൾക്ക്, രാകേഷേട്ടന്. അപ്പോൾ അതുകൊണ്ട് കയറിയിട്ടല്ലേ പോകുള്ളൂ, അതുകൊണ്ട് കയറിയിട്ടേ പോകുള്ളൂ. അവിടെ എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്, എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു. ആളുടെ ഫുഡ് വന്നിട്ടില്ല. ഞാൻ ചെറിയൊരു മസാല ദോശ കഴിക്കുന്നു. ഫുഡ് കഴിക്കട്ടെ, 2 മണി അതുകൊണ്ട് വീടൊന്നും പറയില്ല, നോക്കി നോക്കാം. ഞങ്ങൾ തന്നെ ആരോഗ്യമില്ലാണ്ട് നിൽക്കണതിൻ്റെ ഇടയ്ക്കൂടെ ആ ഇന്നോവക്കാരൻ വിളിച്ചിട്ട് തള്ളാൻ വിളിച്ചു കേട്ടോ. ഞങ്ങള് മെട്രോയില് കയറി കളമശ്ശേരി ഡെക്കാത്തലോണിലേക്ക് വന്നതാ. വണ്ടി ആ തവളപ്പം നോക്കോ. ആ തള്ളിക്ക എന്റെ പൊല്ലേ. ഓക്കെ എല്ലാമോ, അല്ലെങ്കിൽ നമുക്ക് തന്നെ ആരോഗ്യമില്ല സീൻ. അങ്ങനെ ഫൈനലി കാലത്ത് 6 മണിക്ക് തുടങ്ങിയ റൈഡ് 3:45 ഞാൻ തൃശ്ശൂർ വീട്ടിലെത്തിയിട്ട്, അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കാലത്ത് ഭക്ഷണം 10:30 കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം മെട്രോയിൽ കയറിയിട്ടുണ്ടായിരുന്നു. മെട്രോ കയറി കളമശ്ശേരി പോയി. കളമശ്ശേരിയിൽ നിന്ന് 12:45 കഴിഞ്ഞപ്പോൾ കളമശ്ശേരിയിൽ നിന്നും തിരിച്ചു വരുന്ന വഴിക്കാണ് ആ ഇന്നോവക്കാരൻ ഹെൽപ്പ് ചോദിച്ചത്. അതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ചവിട്ടി ചാലക്കുടി എത്തിയപ്പോൾ എൻ്റെ സൈക്കിളിന് ചെറിയൊരു പണി കിട്ടി. അവിടെ നിന്ന് 100 രൂപ കൊടുത്ത് ഞാൻ ഒരു ടെമ്പോ ട്രാവലർ വിളിച്ച് അവിടെ നിന്ന് പാലിയേക്കരയിൽ വിളിച്ചു. പാലിയേക്കരയിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് വീട്ടിലെത്തി. അയ്യോ, സൈക്കിളിന് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചെയിൻ്റെ ലിങ്ക് ഉണ്ടല്ലോ, ആ ലിങ്ക് നമുക്ക് ചെറുതായിട്ട് ഒന്ന് മാറിക്കെടുക്കുന്നുണ്ട്. കാരണം ഇത് തിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കാട്ടിത്തരാം. ആ ലിങ്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യാൻ മാറ്റേണ്ടി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ റിസ്ക് എടുത്തില്ല. 100 രൂപ കൊടുത്ത് ലിഫ്റ്റ് ചോദിച്ചതുണ്ട്. ആൾ പറഞ്ഞ് ചായക്കാശ് തന്നോളൂ വന്ന്. അപ്പോൾ ഞാൻ കാട്ടിത്തരാം. അതേ വരുന്നു വന്ന് പയ്യെ. അതെ, ഇത് കണ്ട, ഇത് ഈ ചെയിൻ ക്ലിപ്പ് പോയി, ഇത് കണ്ട തള്ളി നിൽക്കണതുണ്ട്. അങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ ലോക്കാവാണ്. നമുക്ക് ആ സാധനം നമുക്ക് കിട്ടണില്ല കേട്ടോ. തിരിച്ച് പെഡൽ ചെയ്യാൻ പറ്റണില്ല. ഇതിങ്ങനെ ലോക്കായി നിൽക്കണ കാരണേ ഈ സാധനം ഇത് കണ്ടോ. അപ്പോൾ അങ്ങനെ കുറേ സംഭവം ബഹുലമായ കുറേ കാര്യങ്ങളൊക്കെ നടന്നു. എല്ലാം കൂടി കാട്ടി ഒരു 3-4 എപ്പിസോഡുള്ളതുണ്ട്. ഇവിടെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ചെറിയൊരു സ്പെയർ ട്യൂബും ടയർ ലിവറും അതുപോലെ തന്നെ എല്ലെങ്കിയുടെ ഒരു സെറ്റ് മാത്രമേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു 80 കിലോമീറ്റർ റൈഡായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ വീഡിയോയിലുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കഴിക്കാണ്ട് ഗ്യാസ് കയറിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും വീഡിയോ വരുന്നുണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെ കൃത്യം 6 മണിക്ക് വളരെ ബഹുലമായി കുറേ വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. സോ ഇന്ന് റൈഡ് തീർന്നു. ഇനി നമ്മൾ ടയറും കാര്യങ്ങളൊക്കെ മാറ്റിയിടാൻ പോവുകയാണ്. നമ്മുടെ അർബൻ ഫ്രീ റൈഡ് സ്റ്റെപ്പ് ചാടിക്കലും അങ്ങനെ കുറച്ച് സ്റ്റണ്ട് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങാൻ പോവുകയാണ്. ടയർ മാറ്റിയിട്ടോ, അതൊക്കെ ആയിരിക്കും ഇനി വരുന്ന വീഡിയോസ്. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. അടുത്തൊരു കിടിലൻ വ്ളോഗായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.